നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ മുഴുവനായും കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1202 എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഉത്രാടം നക്ഷത്രം 2 കൂറിലുമായിട്ടാണ് ഉള്ളത്. ആദ്യത്തെ പാദം ധനുക്കൂറിലും 2, 3, 4 പാദങ്ങൾ മകരക്കൂറിലും ആണ്. ധനുക്കൂറുകാർക്കും മകരക്കൂറുകാർക്കും പൊതുഫലത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. ധനുക്കൂറുകാർക്ക് ശനി 4-ലും ഗുരു 8-ലും രാഹു 3-ലും കേതു 9-ലും ആകുമ്പോൾ, മകരക്കൂറുകാർക്ക് ശനി 3-ലും ഗുരു 7-ലും രാഹു 2-ലും കേതു 8-ലുമാണ്. ധനുക്കൂറിലുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം അഷ്ടമത്തിലും കണ്ടകശനിയുടെയും സമയമായതുകൊണ്ട് തന്നെ മകരക്കൂറിലുള്ള ഉത്രാടക്കാരെ അപേക്ഷിച്ച് അല്പം ദോഷഫലങ്ങൾ കൂടുതലുണ്ടാകാനാണ് സാധ്യത. എന്നിരുന്നാലും വലിയ ദോഷഫലങ്ങളൊന്നും 2 കൂറിലുള്ളവർക്കും ഈ സമയത്ത് ഉണ്ടാകുവാൻ സാധ്യതയില്ല. കാരണം വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ടും ധനുക്കൂറിൻ്റെ 12, 2, 4 ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ടും മകരക്കൂറിൻ്റെ 1, 3, 11 ഭാവത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ടും പൊതുവെ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ ഏറെയുള്ള ഒരു വർഷമാണ് വരുന്നത്. തൊഴിൽപരമായി പറയുകയാണെങ്കിൽ ഉത്രാടം ആദ്യത്തെ പാദത്തിൽ ഉള്ളവർക്ക് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും തൊഴിൽ ലഭിക്കുവാൻ അല്പം കാലതാമസം ഉണ്ടാകുമെങ്കിലും ഈ വർഷത്തിൻ്റെ അവസാനം ആകുന്നതോടെ, ഏകദേശം ജൂൺ ആകുന്നതോടെ തന്നെ ഇവയൊക്കെ മാറിക്കിട്ടുന്നതാണ്. എന്നാൽ മകരക്കൂറിൽ ഉള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ അധികം നല്ല സമയമാണ്. തൊഴിൽ നേട്ടവും തൊഴിൽ ലബ്ധിയും തൊഴിൽ പ്രമോഷനും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായി വരുമാനം കൂടുവാനും മേലധികാരികളുമായി വളരെ സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകുവാനും സഹപ്രവർത്തകരുമായി കൂടുതൽ രമ്യത ഉണ്ടാകുവാനും തൊഴിലിടങ്ങളിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുവാനും ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. എന്നാൽ ജൂൺ മാസത്തിന് ശേഷം അല്പം അധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. തൊഴിൽപരമായി ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുവാൻ ആ സമയത്ത് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ജൂൺ മാസത്തിന് ശേഷം. എന്നാൽ ധനുക്കൂറുകാർക്ക് ജൂണിന് ശേഷം വളരെ അധികം ഗുണഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇവർക്ക് ജോലി ലബ്ധിക്കും തൊഴിലിൽ പ്രമോഷൻ ഉണ്ടാവുന്നതിനും വരുമാന വർധനവിനും മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ജോലിയിൽ അനുകൂലമായ സ്ഥലമാറ്റം നേടിയെടുക്കുവാനും ഈ സമയത്ത് കഴിയുന്നതാണ്. ധനപരമായി പറയുകയാണെങ്കിൽ ധനുക്കൂറുകാർക്കും മകരക്കൂറുകാർക്കും ഈ സമയത്ത് വളരെ ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഏതെങ്കിലും രീതിയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതും ലാഭം നേടിയെടുക്കുവാനും ഈ സമയത്ത് കഴിയുന്നതാണ്. വിവിധ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും കഴിയുന്നതാണ്. സർക്കാരിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ധനവരവ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവ നടന്നു കിട്ടുന്നതാണ്. ധനനേട്ടം ഉണ്ടാകുന്ന വർഷമാണ്. അവിചാരിതമായി പണം ലഭിക്കുവാനും സാധ്യതയുണ്ട്. വായ്പക്ക് ആഗ്രഹിക്കുന്നവർക്ക് വായ്പ ലഭിക്കുവാനും കിട്ടില്ലെന്ന് വിചാരിച്ച പണം തിരിച്ചു കിട്ടുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കാണുന്നു. ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ബിസിനസ്സിൽ നേട്ടമുണ്ടാകുവാനും
ബിസിനസ്സിൽ ലാഭമുണ്ടാക്കുവാനും പുതിയ പങ്കാളിയെ കണ്ടെത്തി പുതിയ ബിസിനസ് ആരംഭിക്കുവാനും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് അവസരമുണ്ട്. ആഡംബര വസ്തുക്കൾ വാങ്ങുവാനോ വീട്ടിൽ ആഡംബര വസ്തുക്കൾ വന്നു ചേരുവാനോ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ടും വളരെ അധികം നല്ല സമയമാണ്. ദമ്പതികൾ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ഭിന്നതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുവാനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുവാനും അവസരം വന്നു ചേരുന്നതാണ്. പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല ഗുണം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. മത്സര പരീക്ഷയിൽ വിജയം നേടുവാനും പുതിയ കോഴ്സിന് ചേരുവാനും വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യത തെളിയുവാനും വളരെ അനുകൂലമായ ഒരു വർഷമാണ് വന്നു ചേരുന്നത്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും കീർത്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരുന്നതാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് കഴിയുന്നതാണ്. വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്കും വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങളിൽ ലാഭം നേടുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. യാത്രാ ഗുണം ഉണ്ടാകുന്നതും യാത്ര നേട്ടമുണ്ടാകുന്നതുമായ ഒരു വർഷമാണ്. ദീർഘകാലമായി വിവാഹം നടക്കാതെ പോയ യുവതി യുവാക്കൾക്ക് വിവാഹത്തിന് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനോ വിവാഹം, സന്താനലബ്ധി എന്നിവയ്ക്കൊക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ആത്മീയത വർദ്ധിക്കുന്നതും പുണ്യക്ഷേത്ര ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതുമാണ്. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ ആരോഗ്യത്തിൽ വളരെ അധികം പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. ഉത്രാടത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിച്ചിട്ടുള്ള ധനുക്കൂറുകാർക്ക് ആരോഗ്യകരമായിട്ട് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഈ വർഷാവസാനത്തോടെ അവയൊക്കെ മാറിക്കിട്ടുന്നതും ആരോഗ്യം മെച്ചപ്പെടുന്നതും ആയിരിക്കും. മാതാവിന് രോഗപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ്. പ്രയാസവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റ് കഷ്ടതകളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഉത്രാടത്തിലെ ആദ്യ പാദത്തിൽ ഉള്ളവർക്ക് ഇനിയുള്ള സമയം പുരോഗതിയുടെയും നന്മയുടെയും കാലം വരികയാണ്. ഇവർക്ക് മനസ്സുഖവും സമാധാനവും ഉണ്ടാകുന്ന വർഷം വന്നു ചേരുകയാണ്. ശത്രുനാശം ഉണ്ടാകുന്നതും വ്യവഹാര വിജയം നേടുവാൻ കഴിയുന്നതുമായ വർഷം കൂടിയാണ്. പൊതുവെ പറഞ്ഞാൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് 1202 ആണ്ട് ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഈ സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ദോഷഫലങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി ശനീശ്വര പ്രീതി നടത്തുന്നതും വൈഷ്ണവ പ്രീതി നടത്തുന്നതും ഗുണകരമായിരിക്കും. ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതും ഒക്കെ ചെയ്താൽ ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ചെറിയ ദോഷഫലങ്ങൾ ഒക്കെ മാറിക്കിട്ടുന്നതായിരിക്കും.